പ്രിയപ്പെട്ടവരെ, മീം എന്ന് പറയുന്ന പ്രവാചക കവികളുമായിട്ടും കവിതയുമായി ബന്ധപ്പെട്ട ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് അവരവരുടെ ഉള്ളുണർത്തിയ രാഗേച്ഛകൾ നിങ്ങൾ കാവ്യ മാലികകളായി ഇവിടെ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കവിതകൾ ചൊല്ലുമ്പോൾ പലരുടെയും കണ്ഠം ഇടറുന്നത് ശ്രദ്ധിക്കുന്നൊരു പക്ഷേ ആ ജീവിതം അത്രമേൽ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുന്നത്. അത്തരം ഒരു കാലങ്ങളിലൂടെ ഞങ്ങളെപ്പോലുള്ള ആളുകളും കടന്നുപോയിട്ടുണ്ട്. കാരണം ഇന്ന് നിങ്ങൾക്ക് വ്യവസ്ഥാപിതമായ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി മതശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. പക്ഷേ അതൊന്നും ഇല്ലാത്തൊരു ഒത്തുപള്ളിക്കാലം കേരളത്തിലുണ്ടായിരുന്നു. അന്ന് നിയതമായ സിലബസുകൾ ഒന്നുമില്ലാതെ ഒരു വിഭാഗം ആളുകളെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന പരമ്പരാഗതമായ രീതിയിലുള്ള മതശിക്ഷണശാലകൾ കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു മതശിക്ഷണശാലയിൽ നിന്നാണ് 7 വർഷവും ഒത്തുപള്ളിയിൽ പഠിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പിന്നീട് എഴുത്തിൻ്റെ വഴിയിലേക്ക് പിന്നീട് എങ്ങനെയോ എത്തിപ്പെട്ടപ്പോഴുള്ള ഇന്ധനമായിട്ട് തീർന്നത് ആ കാലത്തെ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ആയിരുന്നു. എന്തായാലും ഇവിടെ പലരും കവിത ചൊല്ലി ഇപ്പോൾ കവിത അവതരിപ്പിച്ച് എൻ്റെ കൂടെ ഒരേ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ ഒരേ വഴിയിലേക്ക് വന്നിട്ടുള്ള അക്കീം വെളിയത്തും ഇവിടെയുണ്ട്. എഴുത്തിൻ്റെ വഴിയിൽ 2 സമാന്തര പാതകളാണെങ്കിലും ചില പ്രത്യേക മേഖലകൾ ഞങ്ങൾ ഒന്നിക്കാറുണ്ട്. അദ്ദേഹം പ്രവാചകരെക്കുറിച്ചുള്ളൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ആ പുസ്തകത്തിന് ഉറവകൾ പൂക്കുന്ന സംസം എന്ന പേരിൽ ഒരു ചെറിയ കുറിപ്പെഴുതാൻ എനിക്കന്ന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എന്തായാലും നബിയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരു കവിത ഞാൻ എഴുതാനിരിക്കുന്ന ഒരു കവിത തന്നെയാണ്. ഇത് ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള, ഞാൻ ആത്മാർത്ഥതയോടെ സ്മരിക്കുന്ന പല ആളുകളെയും അവരുടെ ജീവിതത്തിൻ്റെ അന്തസ്സത്ത, നബിയുടെ ജീവിതം, അങ്ങനെയുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ കേരളത്തിൽ, ലോകത്തിൻ്റെ എമ്പാടും ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കുറേ ആളുകൾ എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ ദുആ ചെയ്യുന്ന സമയത്ത് അവരുടെ ദുആയുടെ കൈക്കൊമ്പിളിലൂടെ കണ്ണുനീർ വാർന്നൊലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആളെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ഞാൻ എഴുതുന്നത്. ഖത്തീബ് എന്ന് പറയുന്ന ആ കവിത ഞാനിവിടെ ചൊല്ലുന്നു. കാരണം പ്രവാചക ജീവിതവുമായി അത്രമേൽ ഇഴുകിച്ചേർന്നിരുന്ന കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ 10-30 കൊല്ലം ഖത്തീബായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം മരിച്ച സമയത്ത് എഴുതിയിട്ടുള്ളൊരു കവിതയാണിത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഉള്ള അന്തർധാര അത് പ്രവാചക ജീവിതവും ഇസ്ലാമിക സംസ്കൃതിയുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള കുറേ ആളുകൾ കേരളത്തിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടായി വരും. അത് നാളേക്കും മറ്റന്നാളേക്കുമുള്ള ഭാവിയുടെ പ്രകാശ ഗോപുരമായിട്ട് നിലകൊള്ളും. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് അത്ര തന്നെ പ്രശസ്തനല്ലാത്ത, ആരും അറിയപ്പെടാത്ത ഒരുപാട് ആളുകളുടെ ഇടയിലുള്ള ഒരു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ് അത് ചൊല്ലുന്നത്. കവിതയുടെ പേര് ഖത്തീബ്. റിസാല വാരികയിൽ 3-4 വർഷം മുന്നേ പ്രസിദ്ധീകരിച്ചതാണ്. ഖത്തീബ് ഇവിടെ കവിത ചൊല്ലിയതുപോലെ കണ്ഠസ്വര നാദധാരയുടെ ഒരു അകമ്പടിയൊന്നും അബ്ദുള്ള പേരാമ്പ്ര പറഞ്ഞതുപോലെ ഞങ്ങൾക്കില്ല. ഞങ്ങൾ കവിത പറയുകയാണ് സാധാരണ ചെയ്യുക. അങ്ങനെ ഒരു കവിത ഞാൻ പറയുന്നു. 80കളിലെ പള്ളിക്കുളത്തിലെ പച്ചച്ച തീർത്ഥക്കുളിരിൽ വെള്ളിയാഴ്ച വേലിൽ വട്ടത്താടിയുമായി ഒരു സൗമ്യത വന്ന് ഉളുവെടുക്കുന്നു. 80കളിലെ പള്ളിക്കുളത്തിലെ പച്ചച്ച തീർത്ഥക്കുളിരിൽ വെള്ളിയാഴ്ച വേലിയിൽ വട്ടത്താടിയുമായി ഒരു സൗമ്യത വന്ന് ഉളുവെടുക്കുന്നു. കുത്തുബയിൽ അഷ്റഫുൽ മുബശ്ശിരീങ്ങളിൽ ദുആ പെരുക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാനും അബൂബക്കർ സിദ്ദീഖും മുന്നിൽ നിറയുന്നു. പിന്നെ ഞാനെന്നും
ഒന്നാം സൊഫിലെ ഖത്തീബിൻ്റെ തടവുകാരൻ. 80കളിലെ ഗൾഫ് പുയ്യാപ്ലമാർക്ക് ഖത്തീബ് സവ്വജത്തുക കൊണ്ട് നിക്കാഹിൻ്റെ മധുര നിർവൃതി നൽകി. അമ്മോശന്മാർക്ക് ഖത്തീബിൻ്റെ കൈവിരൽ മുട്ടുകൾ മഹർ കായ്ക്കുന്ന കനികൾ നൽകി. ഖത്തീബ് ഞങ്ങളുടെ നെയ്യത്തുകളിലെ മുൻപേ പറക്കുന്ന തേട്ടപ്പക്ഷി. ഇന്നമാ അമ്രുഹുമായി ഖത്തീബിയൻ യാസീനുകൾ വഅലൈഹി തുർജഊനിൽ അഭിമുഖം കണ്ട പൊന്നാനിപ്പുഴ ഒരു മുറാദും ആസിലാക്കാതെ രണ്ടറ്റവും ചുരുട്ടിക്കെട്ടിയ ഇഞ്ചിമുട്ടായിയായി നിവർന്നു കിടന്നപ്പോൾ മീസാൻ കലിന് ചാരി മുഖത്തൊഴുത്തും തബ്ബിത്തുഹ ഇന്ദസുഹാനുമായി ഒരു വട്ടത്താടി നിന്ന് വിതുമ്പുന്നു. ഇന്ന് ആരായിരിക്കാം ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കുന്ന ഖത്തീബിൻ്റെ വിരൽമുട്ടുകളിൽ ചുംബനപ്പൂ നൽകുക? ഖത്തീബ്. എന്തായാലും ഈ പരിപാടിയിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഈ മഹൽ സന്നിധിയിൽ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള കവികൾ വന്ന് കവിത അവതരിപ്പിച്ചു പോയിട്ടുണ്ട്. പ്രവാചകരെ കുറിച്ചുള്ള ഒരുപാട് കവിതകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വള്ളത്തോളിൽ തുടങ്ങുന്നു. സമീപകാലത്ത് 2 പ്രമുഖരായിട്ടുള്ള കവികൾ കൽപ്പറ്റ നാരായണൻ മാഷും സച്ചിദാനന്ദനും പ്രവാചകനെ കുറിച്ചുള്ള 2 കവിതകൾ എഴുതി പുതിയ കാലത്തിൻ്റെ കൈവിരൽ മുട്ടുകളിലേക്ക് ആ മഹത്തായ ജീവിതത്തെ ഒരു മതേതരമായ ഇടങ്ങളിൽ നിന്ന് ചേർത്ത് പിടിച്ച് കേരളത്തിലെ ഇസ്ലാം സംസ്കൃതിക്ക് ആശ്ലേഷിക്കാനുള്ള മഹത്തായ പുതിയ ദർപ്പണങ്ങൾ നൽകി. ഇനിയും ആ വെളിച്ചം കാലത്തിനും നമ്മുടെ എല്ലാ ക്ഷതങ്ങൾക്കും എല്ലാ ക്ഷതങ്ങളിൽ നിന്നും വാർന്നു വീഴുന്ന ഉപ്പും ചോരക്കുമെതിരെ നീതിയുടെ ഒരു വലിയ തുലാസായി നിലകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.